ഒരുപാട് പ്ലേയേഴ്സ് കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇമോട്ടും നമുക്ക് ജീപ്പിന്റെ സ്കിന്നൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ലഭിച്ചില്ല. ബലൂൺസ് എല്ലാം കൊടുത്തിട്ട് ജീപ്പിന്റെ സ്കിന്നും ഇമോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മുടെ ഇൻബോക്സിലേക്ക് റിവാർഡ്സ് ഒന്നും വന്നില്ല. എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ഈ ജീപ്പിന്റെ സ്കിന്നും ഈ ഇമോട്ടും നമുക്ക് എല്ലാവർക്കും ക്ലെയിം ചെയ്യാൻ സാധിക്കുക? ഇൻബോക്സിലേക്ക് വരുത്തുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴേക്കാണ് ബെല്ലൈക്കൺ അമർത്തുക. നമുക്കെല്ലാവർക്കും അറിയാം ഇമോട്ടും ജീപ്പിന്റെ സ്കിന്നൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടതെന്ന് വെച്ചാൽ ഈ 3 കളറിന്റെ ബലൂണാണ്. ഈ 3 കളറിന്റെ ബലൂൺസ് നമുക്ക് എല്ലാ പ്ലേയേഴ്സും ക്ലെയിം ചെയ്യണം എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈവന്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് അറിയാത്ത പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഈവന്റിനെ കുറിച്ച് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ബലൂൺസ് ഒക്കെ ലഭിച്ചിട്ടുണ്ടാവും. ബട്ട് നമ്മളെല്ലാവരും ക്ലെയിം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ക്ലെയിം ആവാത്തത്, അതായത് ഈ റിവാർഡ്സ് എന്തുകൊണ്ടാണ് നമ്മുടെ ഇൻബോക്സിലേക്ക് വരാത്തത്? സോ നമ്മളിവിടെ ക്ലെയിം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഇങ്ങനെയുള്ളൊരു പേജ് ആയിരിക്കും കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് എല്ലാവർക്കും 3 ബലൂൺ കാണാൻ സാധിക്കും. നമ്മളിവിടെ ഇടതുഭാഗത്ത് കാണുന്ന ബലൂണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ബോർഡിലോട്ട് നമ്മളെല്ലാവരും ത്രോ ചെയ്യുക. നമ്മൾ ഈ ബലൂൺ നമ്മളിവിടെ ത്രോ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും മറ്റൊരു ബലൂൺ കാണാൻ സാധിക്കും. ഇതും നമ്മൾ ഈ ബോർഡിലോട്ട് ത്രോ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇടതുഭാഗത്ത് ഒരു റെഡ് ബലൂൺ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ത്രോ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഇമോട്ട് ലഭിക്കുന്നതായിരിക്കും. കൺഫേം കൊടുക്കുക. ഇങ്ങനെ നമ്മളെല്ലാവരും ആ ബലൂൺസ് ഒക്കെ ത്രോ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും ഇമോട്ടും പിന്നെ നമുക്ക് ജീപ്പിന്റെ സ്കിന്നൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കപ്പോൾ ലഭിക്കും ഇമോട്ടും ജീപ്പിന്റെ സ്കിന്നും. സോ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.